പാമ്പാടി നെഹ്റു കോളേജിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ജിഷ്ണു പ്രണയുടെ മുഖത്തെ മുറിവുകൾ മരിക്കുന്നതിന് മുമ്പുള്ളവയാണെന്ന് മൃതദേഹ പരിശോധനാ റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. മൂക്കിന്റെ പാലത്തിലും വലതുഭാഗത്തുമായി ചെറിയ മുറിവുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. മേൽചുണ്ടിന്റെ ഇടതുവശത്തും കീഴ്ചുണ്ടിന്റെ ഇടതുവശത്തും മുറിവുകളുണ്ട്. ഡോക്ടർ ജെറി കെ ജോസഫിന്റെ റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത്. ധർമ്മടം മാണ്ടല്ലൂരിൽ കൊല്ലപ്പെട്ട BJP പ്രവർത്തകൻ ചോമന്റയുടെ എഴുത്തൻ സന്തോഷ് കുമാറിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു സംഘം CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ബുധനാഴ്ച അർദ്ധരാത്രി വീടിന്റെ വാതിൽ തകർത്ത് അകത്തുകയറിയ അക്രമി സംഘം സന്തോഷിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയാകുന്ന കുട്ടികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന വിവരങ്ങൾ ഫേസ്ബുക്കിൽ പ്രസിദ്ധപ്പെടുത്തുന്നതും കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം തടയൽ നിയമപ്രകാരം കുറ്റകരമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയതിനു പിന്നിൽ പ്രത്യേക ദുഷ്ടലാക്കോ ദുരുദ്ദേശമോ ഇല്ലെങ്കിൽ പോലും നിയമത്തിലെ 23/4 വകുപ്പ് അനുസരിച്ച് കുറ്റകരമാണെന്നും ഹൈക്കോടതി. CPIM-ന് പരസ്യ ഭീഷണിയുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ. നിത്യവും കഴുത്തു നീട്ടിത്തരാൻ തങ്ങൾ അറവുമാടുകളല്ലെന്നും കേന്ദ്രത്തിൽ BJP ഭരിക്കുമ്പോൾ കേരളത്തിൽ പ്രവർത്തകർക്ക് നേരെ അക്രമം നടക്കുന്നു എന്നത് ഗുരുതരമായ സ്ഥിതി തന്നെയാണെന്നും തുനിഞ്ഞിറങ്ങിയാൽ CPM-ന്റെ അടിവേരുമാന്തിയെ തങ്ങൾ നിർത്തൂവെന്നും മുരളീധരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി O പനീർശെൽവം നടത്തിയ കൂടിക്കാഴ്ച ഫലം കാണാതിരുന്നതോടെ ജല്ലിക്കെട്ടിന് അനുമതി തേടിയുള്ള വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം കൂടുതൽ ശക്തമായി. ചെന്നൈ മറീന ബീച്ചിലും തമിഴ്നാട്ടിലെ മറ്റു നഗരങ്ങളിലും ലക്ഷക്കണക്കിന് യുവാക്കൾ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്തു. ഡിണ്ടിഗൽ, മധുര തുടങ്ങിയ ജില്ലകളിൽ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ആഘോഷത്തിനും പ്രതിഷേധത്തിനുമിടയിൽ അമേരിക്കയുടെ 45ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. US സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കും. ആദ്യം മൈക്ക് പെൻസ് വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യും. ഏറ്റവും കൂടിയ പ്രായത്തിൽ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്ന വ്യക്തിയാണ് ട്രംപ്. വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഏകദിന പരമ്പര. കട്ടക്കൽ പരാബതി സ്റ്റേഡിയത്തിൽ റൺമഴ പെയ്ത രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ 15 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഇന്ത്യ മുന്നോട്ട് വെച്ച 382 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 366 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ.